ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആന്ധ്രാപ്രദേശാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലോക്സഭയിലേക്ക് മാത്രമല്ല, സംസ്ഥാന നിയമസഭയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ. ലോക്സഭയിൽ 25 സീറ്റ്, നിയമസഭയിൽ 175 സീറ്റുകൾ. 2004-ഉം 2009-ഉം ഐക്യ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശല്ല, ഐക്യ ആന്ധ്രാപ്രദേശ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ സവിശേഷമായി പരാമർശിക്കേണ്ട രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് 2004-ലെയും 2009-ലെയും. YS രാജശേഖർ റെഡ്ഡി കോൺഗ്രസിനും UPAയ്ക്കും വലിയ വിജയം നേടിക്കൊടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകൾ. 1ഉം 2ഉം UPA സർക്കാരുകൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും നിർണായകമായി പ്രവർത്തിച്ചത് രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഐക്യ ആന്ധ്രയിലെ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ തെലങ്കാന വേറിട്ടു. YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അതോടുകൂടി ശേഷിക്കുന്ന ആന്ധ്രയിൽ, തെലങ്കാന പോയതിനു ശേഷമുള്ള ആന്ധ്രയിൽ കോൺഗ്രസ് പേരിന് മാത്രമായി. ഇക്കുറി ആന്ധ്രാപ്രദേശിലെ മത്സരത്തിന് വളരെയധികം സവിശേഷതകളുണ്ട്. വൈഎസ്ആറിൻ്റെ മകൻ നിലവിലെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് ആണ് ഒരു ഭാഗത്ത്. വൈഎസ്ആറിൻ്റെ ഭാര്യ വിജയമ്മ, മകൾ YS ശർമിള എന്നിവർ കോൺഗ്രസിന് വേണ്ടി മറുഭാഗത്ത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി ഒരിക്കൽ കൂടി BJPയുടെ കൂടെ കൂടി ശക്തമായി മത്സരിക്കുന്നു. 2019-ൽ ഇടത് പാർട്ടികൾക്കൊപ്പം നിന്ന നടൻ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും ഇക്കുറി NDAയിലാണ്. വൈഎസ്ആറിൻ്റെ മരണശേഷം മകൻ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര പിടിച്ചപ്പോൾ തെലങ്കാനയിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയിരുന്നു മകൾ YS ശർമിള. അവിടെ വേരുറപ്പിക്കാനാകാതെയാണ് ആന്ധ്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് YS ശർമിള തിരിച്ചു വരുന്നത്. പുതിയ ആന്ധ്രാപ്രദേശിൽ 2014-ലും 2019-ലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല കോൺഗ്രസ്സിന്. ശർമിള, വൈഎസ്ആറിൻ്റെ ഭാര്യ വിജയമ്മ എന്നിവരുടെ സാന്നിധ്യം കോൺഗ്രസ്സിന് ഏതെങ്കിലും വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? ശർമിളയുടെ യോഗങ്ങളിലൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട്. നമുക്ക് കോൺഗ്രസിൻ്റെ സാധ്യതകൾ ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. നമുക്കൊപ്പം ഉള്ളത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവികുമാർ അമ്പാടിയാണ്. ഈ YS ശർമിള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു. അവരുടെ യോഗങ്ങൾ ആന്ധ്രാപ്രദേശിൽ നടക്കുമ്പോൾ അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട്. കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത YS ശർമിളയുടെ സാന്നിധ്യം നൽകുന്നുണ്ടോ? ഉറപ്പായിട്ട് അങ്ങനെ പറയാനാകില്ല. എന്നാലും ഒന്നുണ്ട്, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം ഒരു ഇന്ദിരാമ എന്നുള്ളൊരു വികാരം നിലനിൽക്കുന്നത് പോലെ, പ്രത്യേകിച്ച് ഈ പഴയ തലമുറകൾക്കിടയിൽ ആന്ധ്രയിലുള്ള ഒരു വലിയൊരു വികാരമാണ് രാജണ്ണ എന്ന് പറഞ്ഞ YS രാജശേഖര റെഡ്ഡിയെ കുറിച്ചുള്ള. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നത് എന്തും അവിടെ ശരിക്കും എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ശർമിളയ്ക്ക് ഒപ്പം തന്നെ അതിന്റെ എതിരായിട്ട് നിൽക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയും ഇതേ ഓർമ്മകൾ നടത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കടപ്പ പാർലമെന്റ് നിയോജക മണ്ഡലം അത് YSR ഒരിക്കൽ പ്രതിനിധാനം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ ജഗനും അത് പ്രതിനിധാനം ചെയ്തിരുന്നു. ഇത്തവണ അവരുടെ തന്നെ ഒരു ബന്ധു തന്നെ ഒരു YS അശ്വിൻ റെഡ്ഡി എന്ന് തോന്നുന്ന പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹമാണ് അവിടെ ഇവരുടെ YSRCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ശർമിള എതിരാളിയായിട്ട് മത്സരിക്കുന്നത്. അവർക്ക് വോട്ട് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റും. പക്ഷെ പൊതുവെ കോൺഗ്രസിനോട് ഈ ആന്ധ്ര വിഭജനത്തിന് ശേഷം കോൺഗ്രസിനോട് ഒരു വിമുഖതയാണ് ആന്ധ്രാക്കാർക്കുള്ളത്. അത് മറികടക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാനേ ആവും. ഈ ആന്ധ്ര വിഭജനത്തോടുകൂടെ കോൺഗ്രസിനോട് ഒരു വിമുഖത എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനം വിഭജിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു വികാരത്തെ ചൊല്ലിയുള്ളൊരു വിമുഖതയാണോ കോൺഗ്രസിനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഈ തെലങ്കാന സ്വതന്ത്ര തെലങ്കാന പ്രക്ഷോഭങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് സമൈക്യ ആന്ധ്ര എന്നുള്ളൊരു പ്രക്ഷോഭം ആന്ധ്ര സൈഡിലും വിജയവാഡ, വിശാഖപട്ടണം പോലുള്ള ഭാഗങ്ങളിലെല്ലാം അവർ വളരെ ശക്തമായിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ളത് ഈ ഹൈദരാബാദിലെ നിക്ഷേപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ആ ഭാഗത്തുള്ളവരുടെ ഇതാണ്. അവർക്ക് അതിനുള്ള നിയന്ത്രണം പോകും എന്നൊക്കെയുള്ളൊരു രീതി വന്നതുകൊണ്ടാണ് അവർക്ക് അതിനോട് ഭയങ്കര എതിർപ്പുണ്ടായത്. അവസാനം സംസ്ഥാനം വിഭജിക്കുമെന്ന് ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹൈദരാബാദ് ചണ്ഡീഗഡ് സ്റ്റൈലില് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിർത്തിയിട്ട് രണ്ട് സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായിട്ട് നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യം വരെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതുകൂടെ നടക്കാതെ വന്നതുകൊണ്ടാണ് അന്ന് കോൺഗ്രസിന്റെ ആയിരുന്നു മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി. അതുപോലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ്. അതെല്ലാമാണ് ഈ കോൺഗ്രസിനെതിരായ ഒരു വികാരം ആന്ധ്രാപ്രദേശില് ഉണ്ടാവാൻ കാരണം. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് YSRനെ പോലുള്ള ഒരു തലയെടുപ്പുള്ള നേതാക്കൾ അവിടേക്ക് വന്നിട്ടുമില്ല.
ഇനിയിപ്പോ ഓർമ്മ പുതുക്കി ശർമിളയ്ക്ക് എത്രത്തോളം വരാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റും. റൈറ്റ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കടപ്പയിലെ മത്സരം. വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ ഒരു തട്ടകമായിരുന്നു കടപ്പ. അദ്ദേഹം അവിടെ ഒന്ന് അതെ. മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ജഗൻമോഹൻ അവിടെ ഒന്ന് ജയിച്ചിട്ടുണ്ട്. ഓ. ഇത്തവണ കോൺഗ്രസിന്റെ വൈ.എസ്.ആർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഗൻമോഹൻ റെഡ്ഡിയുടെ മരുമകനായ അവിനാശ് റെഡ്ഡിയാണ്. അവിനാശ് റെഡ്ഡിയോടാണ് ഈ വൈ.എസ്. ശർമിള മത്സരിക്കുന്നത്. അവിനാശ് റെഡ്ഡി ആകട്ടെ ബന്ധുവായിട്ടുള്ള ഒരു വൈ.എസ്. വിവേകാനന്ദ റെഡ്ഡിയെ കൊലപ്പെടുത്തി എന്നുള്ള കേസിൽ ആരോപണ വിധേയനാണ്. വിവേകാനന്ദ റെഡ്ഡിയുടെ മകൾ സുനിത റെഡ്ഡി ശർമിളയ്ക്കൊപ്പം ഉണ്ട്. ഈ കടപ്പ ഒരു ക്രൂഷ്യൽ മണ്ഡലമായി മാറുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചെങ്കിലും ആന്ധ്രാപ്രദേശിൽ? കാരണം കടപ്പ വഴി ആന്ധ്രയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസിന് ഇക്കുറി സാധിക്കുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കടപ്പ. അവർക്ക് ആന്ധ്ര മണ്ണിൽ ഇനി കാല് കുത്തണം എന്നിട്ടെങ്കിൽ ഈ കടപ്പ വഴിയെ അത് സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ വളരെ അനുകൂലമായിട്ട് ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. വൈ.എസ്.ആറിന്റെ മകൾ അവിടെ ഉണ്ട്. വൈ.എസ്.ആറിന്റെ ഭാര്യ, ഇതേപോലെ നേരത്തെ പറഞ്ഞ വൈ.എസ്.ആറിന്റെ സഹോദരന്റെ മകള് സുനിത റെഡ്ഡി, ഇവരെല്ലാം ശർമിളയ്ക്കൊപ്പം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ ഒരു വൈ.എസ്.ആർ ഓർമ്മകൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. കൂടാതെ ഈ കോൺഗ്രസ് എന്നൊരു നാഷണലിസ്റ്റ് പാർട്ടി വളരെ കാലത്തിന് ശേഷം അവിടെ വരുത്തുന്നുള്ള ഒരു വളരെ കാലത്തിന് ഈ വിഭജനത്തിന് ശേഷം അവിടെ കുറച്ചൊക്കെ പച്ച പിടിച്ചു വരുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ ഒത്തു നോക്കുമ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമാണ് കടപ്പ മണ്ഡലം. അവര് ഈ കടപ്പ മണ്ഡലത്തിലെ ജയത്തിൽ കൂടെ മാത്രമേ ഇനിയുള്ള ഒരു ഭാവി കാലത്ത് ആന്ധ്രയിൽ കോൺഗ്രസിന് പച്ചപിടിക്കാനാവും. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. റൈറ്റ്. നമ്മൾ ഈ വൈ.എസ്.ആർ കോൺഗ്രസിന്റെ കാരണം എടുത്താൽ ഇതേ വൈ.എസ്.ആറിന്റെ സ്മരണകൾ ഉണർത്തി തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്ര പിടിക്കുന്നത് വൈ.എസ്.ആർ.സി.പിയിലൂടെ. യാത്ര സിനിമ സീരീസ് ആദ്യ തവണ അധികാരത്തിൽ വരുന്നതിന് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചതാണ് യാത്ര എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം യാത്ര 2 അടുത്ത് റിലീസ് ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെ ജഗൻ ഒരു ആന്ധ്ര പര്യടനം നടത്തിയിരുന്നു. ഇതൊക്കെ വൈ.എസ്.ആർ.സി.പിക്കും ജഗനും അവരുടെ ഒരു സ്വാധീനം നിലനിർത്താൻ സഹായകമാവൂ? തീർച്ചയായിട്ടും. ഇതിപ്പോ ഒരു 2 ടേം തെലുങ്കുദേശത്തിന് ഇവിടെ അധികാരത്തിൽ ഇരുന്ന ശേഷം അന്നത്തെ അവിഭക്ത ആന്ധ്രയില് കോൺഗ്രസിന് അധികാരത്തിലേറ്റിയത് വൈ.എസ്. രാജശേഖര റെഡ്ഡിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു കാൽനട യാത്രയായിരുന്നു ആന്ധ്ര മുഴുവൻ. അന്നത്തെ ആന്ധ്ര അവിഭക്ത ആന്ധ്ര മുഴുവൻ ചുറ്റിപ്പറ്റുള്ള കാൽനട യാത്രയായിരുന്നു അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത്. അതേ വഴി തന്നെയാണ് ഇപ്പോൾ മകൻ ജഗനും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു സ്വാധീനം അവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ വേറൊരു ഇതുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ ഇന്ത്യ വേഴ്സസ് എൻ.ഡി.എ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. ഇവിടെ TDP NDA വേഴ്സസ് ജഗൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും മത്സരം വരുന്നത്. അതൊരു കാര്യം കൂടിയാണ്. റൈറ്റ്. നമ്മൾ ഈ വൈ.എസ്.ആർ കോൺഗ്രസിൻ്റെ സാധ്യതകൾ, അത് അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ചെറുതല്ലാതെ ആന്ധ്രയിലുണ്ട് എന്ന് തോന്നുന്നു. അത് ജഗൻമോഹൻ റെഡ്ഡി തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം സിറ്റിംഗ് MLA-മാരിൽ പലർക്കും അദ്ദേഹം സീറ്റ് കൊടുത്തിട്ടില്ല. ചിലരുടെ മണ്ഡലം മാറ്റി. MP-മാരിൽ 22 MP-മാരാണ് 2019 വൈ.എസ്.ആർ.സി.പിയുടെ ടിക്കറ്റിൽ ജയിച്ചത്. അതിൽ 6 പേർക്ക് മാത്രമാണ് ഇത്തവണ ജഗൻ സീറ്റ് കൊടുത്തത്. ഇത് ഒരു ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള നടപടിയാണെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കൾ കുറെ കൊഴിഞ്ഞുപോയി. അപ്പോൾ ഈ നടപടികൾ വഴി ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സാധിക്കുമോ? ഇത് ഉള്ളിലുണ്ടാക്കിയ അതൃപ്തി അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവുമോ? ഇല്ല, ഞാൻ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ടാണ്. അതായത് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 46% വോട്ടുകളാണ് ജഗന്റെ വൈ.എസ്.ആർ.സി.പിക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് 40യുടെ അടുത്ത് TDPക്ക് ചന്ദ്രബാബുനായിഡുവിന്റെ TDPക്ക് കിട്ടി. തൊട്ടു പുറകിൽ പറഞ്ഞത് 5% വോട്ട് നേടിയ ജനസേന പാർട്ടിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള അന്ന് കോൺഗ്രസിന് മാത്രമേ പിന്നെ 1% കൂടുതൽ വോട്ട് നേടാൻ സാധിച്ചത്. ഇടതുപക്ഷ CP ആണെങ്കിലും CPM ആണെങ്കിലും എല്ലാം 1% താഴെ വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. അന്നത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതോ ഓൾമോസ്റ്റ് 3% അതായത് BJPക്കും കിട്ടിയത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും കക്ഷികളാണ്
ഇപ്പോൾ ഒരു മുന്നണിയായിട്ട് അവിടെ നിൽക്കുന്നത് BJP-യും ജനസേനാ പാർട്ടിയും TDP-യും. YSRCP ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ അടുത്ത് പോലും വോട്ടിംഗ് ശതമാനം നേടാൻ പറ്റാത്ത കോൺഗ്രസും CPI-യും CPM ഒക്കെ കൂടിയിട്ടാണ് അവിടെ ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ളൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, കടപ്പ ഒഴിച്ച്. പിന്നെ ഈ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ മത്സരം വരുന്ന സമയത്ത് ഈ അടുത്തൊരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പല BJP സ്ഥാനാർത്ഥികളുടെ തന്നെ ചില പോസ്റ്ററുകളിലൊക്കെ മോദിയുടെ ചിത്രം പോലും വെച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ BJP ഒരു സെക്കൻഡ് പാർട്ണറാണ്, അല്ലെങ്കിൽ ഒരു ജൂനിയർ പാർട്ണറാണ്. TDP ആണ് മെയിൻ പാർട്ണർ. അപ്പോൾ BJP-യുടെ ഒരു ആവശ്യം TDP അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു തന്നെ ഇതിനെ നയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP കാര്യമായിട്ടുള്ള ഒരു സജീവമായിട്ടുള്ള ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം നടത്തുന്ന രീതിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലോ കേരളത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ പോലും വന്ന അത്രയൊന്നും ഒരു രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രചരണമൊന്നും അവിടെ നടത്തുന്നില്ല. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ ഈ അവസാന സെഷനുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ബില്ലുകളിലും ഈ രാജ്യസഭയിലൊക്കെ പാസ്സാക്കിക്കാൻ വേണ്ടിയിട്ട് ജഗന്റെ പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അവര് NDA ജയിച്ചു കഴിഞ്ഞാലും YSRCP ജയിച്ചു കഴിഞ്ഞാലും അവിടെ അവർക്ക് കിട്ടുന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അവരെ കുറച്ചും കൂടെ തണുത്തിരിക്കുന്നത് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ജഗൻ കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ പാർട്ടികളിൽ നിന്ന് നേരിടുന്നില്ല. പക്ഷെ ഇതേപോലെ സ്വന്തം പാർട്ടിയെ കുറിച്ച് വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ശക്തി എത്രത്തോളം കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ നമ്മൾ തെലങ്കാനയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ജനക്ഷേമ പദ്ധതികൾ ജഗൻ്റെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ, സ്ത്രീകൾക്കുള്ള ധനസഹായം, കർഷകർക്കുള്ള സഹായങ്ങൾ, അങ്ങനെ പല പദ്ധതികൾ. ഇത് ഇപ്പോഴും YSR കോൺഗ്രസ്സിന് ഗ്രാമങ്ങളിൽ വലിയ പിന്തുണയുണ്ട് ഈ പദ്ധതികൾ വഴി എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതേസമയം നഗരങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ തൊഴിലില്ലായ്മയുണ്ട്, പുതിയ നിക്ഷേപം വരാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ ഡിവിഷൻ, അതായത് ഗ്രാമങ്ങളിൽ YSR-ന് നല്ല പിന്തുണ ഉണ്ടായിരിക്കെ തന്നെ നഗരങ്ങളിൽ അത്രത്തോളം പിന്തുണ ഇല്ലാതിരിക്കുക, ഇത് ഏത് വിധത്തിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പൊതുവെ ആന്ധ്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നഗരമണ്ഡലങ്ങൾ കുറവാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ ഈ ഗ്രാമീണ മണ്ഡലങ്ങൾ തന്നെയാണ് കൂടുതൽ. നമ്മൾ ഒരു ഭൂരിപക്ഷത്തിന്റെ ടേംസിലും പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ നല്ലൊരു ഹോൾഡ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വിജയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഞാൻ നേരത്തെ തെലങ്കാനയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ആന്ധ്രയിലും ഒരു ഓവർ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ല അവിടെ. നമ്മളെ പോലെ ഈ ലോക കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ബാക്കി കാര്യങ്ങളോ ഒന്നും അവിടെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാറില്ല. അന്നന്നുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അതൊക്കെ തന്നെയാണ് അവിടെ വലിയൊരു ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് ഇതേപോലത്തെ ഫ്രീ പീസൊക്കെ ഇവിടെ വളരെ ഏൽക്കുന്നത്. ഈ ജഗനും ഇപ്പൊ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ കാണിച്ച പോലെ അവിടെ ഇതേപോലെ നേരത്തെ ഇപ്പോൾ രാജു സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫ്രീ പീസൊക്കെ അവിടെയും ഓഫറൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഗുണം കിട്ടും. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരാൾ എതിരാളി ഇപ്പൊ അവിടെ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. BJP ഒന്ന് തണുത്ത് കളിക്കുകയാണ്. കാരണം അവർക്ക് ഈ വിൻ വിൻ സിറ്റുവേഷൻ ഏതാണെങ്കിലും അവർക്ക് തന്നെ കിട്ടുന്നത്. കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.9% ഏതാണ്ട് അവർക്ക് വോട്ടിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി ഇടതുപക്ഷ കക്ഷികൾക്കാണെങ്കിൽ എല്ലാം 1% താഴെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയൊരു വെല്ലുവിളി ഇപ്പൊ ചെങ്ങനെ നേരം ഉയരുന്നില്ല. പക്ഷെ ഇവിടെ ഗെയിം ചേഞ്ച് ആവാൻ പോകുന്നത് കടപ്പയുടെ ഒരു സ്വാധീനമായിരിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തുടർന്നായിരിക്കും ജഗന് വെല്ലുവിളി വരിക എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ഇപ്പോൾ ജഗൻ സർക്കാരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ പുതിയ ആന്ധ്ര അതിൻ്റെ തലസ്ഥാനമായിട്ട് അമരാവതിയാണ് 2014 അധികാരത്തിലേറിയ TDP സർക്കാർ നിശ്ചയിച്ചിരുന്നത്. 2019 ജഗൻ അധികാരത്തിലേറി ഈ തീരുമാനം മാറ്റി അമരാവതിക്ക് പുറമെ വിശാഖപട്ടണവും കർണൂലും തലസ്ഥാനമാകും എന്ന് ജഗൻ്റെ പ്രഖ്യാപനം ഉണ്ടായി. ഒന്ന് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ, ഒന്ന് ജുഡീഷ്യൽ ക്യാപിറ്റൽ, അങ്ങനെയായിരുന്നു ജഗൻ്റെ പ്രഖ്യാപനം. ഇതൊന്നും നടപ്പായില്ല. ഇതൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ YSR കോൺഗ്രസിന്? ഇത് ബേസിക് നമ്മളിപ്പം YSR കോൺഗ്രസ് TDP എന്നെല്ലാം പറയുമെങ്കിലും വലിയൊരു അളവ് ഒരു ക്ലാസ് പൊളിറ്റിക്സും ഇതിൽ നടക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ രണ്ട് പ്രബലമായിട്ടുള്ള സമുദായങ്ങളാണ് കമ്മാസ് എന്ന് പറയുന്ന ഒരു കൂട്ടരും റെഡ്ഡീസും. ചന്ദ്രബാബു നായിഡു ഉൾപ്പെടുന്ന കമ്മാസ് എന്നുള്ള വിഭാഗം അവര് ഈ വിജയവാഡ കൊണ്ടൂർ ആ ഏരിയയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവർക്ക് ബേസുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ ഇതിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വിജയവാഡയ്ക്ക് കുട്ടൂരിനും ഇടയിലിട്ട് അമരാവതി എന്ന പുതിയൊരു ഇത് രൂപീകരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായത്. അത് കഴിഞ്ഞ് അത് പൂർത്തിയാകാതിരിക്കുന്ന സമയത്താണ് രണ്ടാമത് ജഗൻ വന്നു കഴിഞ്ഞപ്പോൾ അത് അവര്
നേരെ കടപ്പ ആ ഏരിയയിലേക്ക് റെഡ്ഡി ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അതിന് എതിർപ്പുകൾ വന്നുകൊണ്ടാണ് ഈ കർണൂലും വിശാഖപട്ടണവും ആയിട്ട് മാറ്റിയത്. കർണൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിച്ച ആ സമയത്തുള്ള ആന്ധ്രയുടെ തലസ്ഥാനമായിരുന്നു കർണൂൽ എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ വലിയൊരു തുറമുഖ നഗരം എന്നുള്ള രീതിയിൽ വിശാഖപട്ടണം കൂടെ വെച്ച് ഇത് വിജയവാഡ, ഗുണ്ടൂർ ആ ഏരിയയിലുള്ള ഇവരുടെ പ്രബലമായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അത് ഭരണപരമായിട്ട് വലിയ പ്രശ്നങ്ങളും സൃഷ്ടിച്ചതായിട്ട് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. റൈറ്റ്. ഈ TDPയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2004 BJP ആയിട്ടുള്ള സഖ്യത്തിൽ മത്സരിച്ചിരുന്നു TDP. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് BJP സഖ്യം ഉപേക്ഷിച്ചാണ് ചന്ദ്രബാബു നായിഡു പുറത്തു വന്നത്. ഇക്കുറി വീണ്ടും BJP സഖ്യത്തിലേക്ക് ചന്ദ്രബാബു നായിഡു തിരിച്ചെത്തുന്നു. ഈ BJPയുടെ സഖ്യം ഉണ്ട് എന്നുള്ളത് TDPയുടെ സാധ്യത ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്? ഈ ചന്ദ്രബാബു നായിഡുവിന് തന്നെ പഴയൊരു പരിവേഷം ഇപ്പോഴുണ്ടോ? ഇല്ല, അത് ഏതാണ്ടെല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ്. ചന്ദ്രബാബു നായിഡു ഒരു കാലത്ത് ഇന്ത്യയുടെ കിങ് മേക്കർ തന്നെയായിരുന്നു. അതേ രീതിയിലുള്ള രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ ഈ അത്രയധികം ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് തിരിച്ച് BJP സഖ്യത്തിലേക്ക് പോയത്. അത് തന്നെയായിരുന്നു കാരണവും. പിന്നെ BJPയുമായിട്ടുള്ള സഖ്യം എത്രത്തോളം ഗുണം ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ചില പോക്കറ്റുകളിൽ, ചില മണ്ഡലങ്ങളിലൊക്കെ അത് ഒരുപാട് സഹായമാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വിജയനഗരം അതേപോലെ ചില മണ്ഡലങ്ങളുണ്ട് ഇവർക്ക് കുറച്ചധികം വോട്ടുള്ള കുറച്ച് ശക്തിയുള്ള BJPക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അത് TDPക്ക് സഹായമാവാൻ സാധ്യതയുണ്ട്, ഇല്ലാതെ പറയാൻ പറ്റില്ല. റൈറ്റ്. ഈ പവൻ കല്യാണിൻ്റെ നടനാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, ഏതാണ്ട് 5% വോട്ട് നേടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി അത് NDAയിലേക്ക് വന്നത് എത്രത്തോളം ഗുണം ചെയ്യും? ഇല്ല, അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ YSRCP സ്വീപ്പ് ചെയ്തു ഓൾമോസ്റ്റ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഈ TDPയും YSRCP തമ്മിലുള്ള ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 6-7% 5-6% ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് ഓൾമോസ്റ്റ് 5.25 അങ്ങനെ നമുക്ക് ആക്ച്വലി കുറച്ച് കൂടുതൽ ശതമാനം നേടിയതാണ് ജനസേന പാർട്ടി. അതുപോലെ തന്നെ 3% നേടിയിരുന്ന BJP. അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടികളും കൂടെ കൂടുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുവാണെങ്കിൽ അത് TDPക്ക് ഗുണം ചെയ്യേണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇവിടെയാണ് ആ BJPയുടെ ഒരു തടുപ്പൻ നയം ചർച്ചയാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് വന്നിരുന്നത്, എനിക്ക് തോന്നുന്നു മലയാള പത്രങ്ങളിലൊക്കെ വന്നിരുന്നു തോന്നുന്നു. ഈ ചില പോസ്റ്ററുകളിലൊക്കെ മോഡിയുടെ ഫോട്ടോ പോലും വെക്കാൻ തയ്യാറാവുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, അവർ മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നെല്ലാം പറഞ്ഞ്. അതുപോലെ ഈ ദേശീയ നേതാക്കളും ഇപ്പൊ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ പോയ അതേ ഒരു ഫ്രീക്വൻസിയോ അതേ ഒരു ഇതിലോ ഇടവേളകളിലൊന്നും ഇവിടെ എത്തുന്നില്ല. പ്രചാരണത്തിന് അത്ര സീരിയസ് ആയിട്ട് അവനെ എടുക്കുന്നില്ല. അപ്പൊ അതിലാണ് ജഗന് ഇൻഡയറക്റ്റ് ആയിട്ട് ഗുണം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. നമ്മുടെ ഈ സമുദായ സമവാക്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ 2 സമുദായങ്ങൾ, അതിൽ റെഡ്ഡി വിഭാഗം ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒപ്പം നിൽക്കുന്ന വിഭാഗം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റെഡ്ഡി വിഭാഗം മാത്രമല്ല, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും പട്ടികാധികാരും പട്ടിക വിഭാഗങ്ങളും ഒക്കെ YSR കോൺഗ്രസിനും ജഗനും വലിയ വിജയം സമ്മാനിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നൊരു വലിയ പിന്തുണ ലഭിച്ചത് കാപ്പു വിഭാഗത്തിൽ നിന്നാണ്. ഈ കാപ്പു വിഭാഗക്കാരൻ കൂടിയായ പവൻ കല്യാൺ ഇത്തവണ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമുദായ സമവാക്യങ്ങൾ ആരെയാണ് ഇക്കുറി കൂടുതൽ തുണയ്ക്കുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കാപ്പുവും പ്രത്യേകിച്ച് റായലസീമ എന്ന് പറയുന്ന ഏരിയയിൽ, അതായത് ഈ കർണൂൽ, തിരുപ്പതി അതെല്ലാം വരുന്ന രായലസീമ ഭാഗത്തിൽ നല്ല വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസക്തി ഉള്ള ഒരു വിഭാഗമാണ് ഈ കാപ്പു വിഭാഗം എന്ന് പറയുന്നത്. ഈ കാപ്പുവും കർണാസും കൂടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി അവർക്ക് TDPക്കാണ് അതിന്റെ ഗുണം വരേണ്ടത്. പക്ഷെ ഈ അടിയൊഴുക്കുകളുണ്ട്, അതാണ് എനിക്കൊരു സംശയമുള്ളത്. ചിലവരെ തടുത്ത രീതിയിലേക്ക് പോകുമ്പോഴൊക്കെ ചില സംശയങ്ങൾ വരുന്നു. അതല്ലെങ്കിൽ സമുദായ സമവാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ പ്രയോജനം ലഭിക്കേണ്ടത് TDP NDAക്കാണ്. കാരണം പ്രബലമായിട്ടുള്ള 2 സമുദായങ്ങൾ, അതിന്റെ നേതാക്കള് അവർക്കൊപ്പം നിൽക്കുകയാണ്. കൂടാതെ ആ ഒരു BJPക്ക് ഉള്ളതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സപ്പോർട്ട്, പിന്നെ കുറെ ക്ഷേത്ര നഗരികളും അതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളുള്ളതാണ് ഈ ആന്ധ്ര എന്ന് പറയുന്നത്. അവിടേക്ക് ഈ രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് ഒക്കെ അത് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല അതിനെതിരൊക്കെ. അപ്പോൾ സാധ്യത ഉള്ളതാണ്. പക്ഷെ ഈ പ്രചരണം ഇത്ര ഒരു ഇതാവാത്തത്, ചൂടാവാത്തതാണ് ഒരു സംശയം.
നമ്മളൊരിക്കൽ കൂടി വൈ എസ് ശർമ്മയുടെ ഒരു ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിലാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് അത് ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണം കൂടി ഈ ടി ഡി പി നയിക്കുന്ന എൻ ഡി എക്ക് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് അവിടെ വരുവാണെങ്കിൽ ഈ എസ് സി എസ് ടിയും പിന്നാക്ക വിഭാഗങ്ങൾ അവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒപ്പം അടിയുറച്ച് നിന്നിരുന്ന വിഭാഗങ്ങളായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് ഒരു ശക്തമായിട്ടുള്ള നേതൃത്വം വരും എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ വൈ എസ് ആർ എന്നുള്ള രാജശേഖർ റെഡ്ഡി എന്നുള്ളൊരു ഫാക്ടറും അതോടൊപ്പം കോൺഗ്രസ് എന്നുള്ളൊരു ഇത് കൂടെ കൂടുമ്പോൾ ഈ ശർമ്മ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ വൈ എസ് ആർ സി പിയുടെ വോട്ടുകൾ തന്നെയായിരിക്കും. അത് ഇൻഡയറക്റ്റായിട്ട് ടി ഡി പിക്ക് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. റൈറ്റ്. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഈ ബി ജെ പിയുടെ ഒരു തണുപ്പൻ രീതി. ഇപ്പോൾ തെലങ്കാനയിൽ നരേന്ദ്രമോദി നടത്തിയതുപോലൊരു പ്രചാരണം, ആ പ്രചാരണത്തിൻ്റെ ഒരു തോതും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അവിടെ ഉപയോഗിച്ച ഭാഷ നമ്മൾ പരിശോധിച്ചാൽ അതൊന്നും ആന്ധ്രയിൽ നമ്മൾ കണ്ടിട്ടില്ല മോദി വന്നപ്പോഴും. അപ്പോൾ ഈ ടി ഡി പി ജയിച്ചാലും വൈ എസ് ആർ കോൺഗ്രസ് ജയിച്ചാലും കേന്ദ്രത്തിൽ തുണ തങ്ങൾക്ക് തന്നെ എന്നുള്ളൊരു തോന്നൽ ബി ജെ പി നേതൃത്വത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ ഇപ്പോൾ വൈ എസ് ആർ സി പിയുടെ കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ലോക്സഭയുടെ അവസാന ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ പാർലമെൻറ്റ് അവസാന ഘട്ടത്തിൽ രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാനൊക്കെ ഈ വൈ എസ് ആർ സി പി എം പിമാർ സഹായിച്ചിരുന്നു. അപ്പോൾ അതേ ഒരു സ്റ്റാൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ബി ജെ പിക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിനെ കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി മാച്ചാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഫ്രണ്ട്ലി മാച്ചിൽ ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും വൈ എസ് ആർ സി പിക്ക് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ നില അനുസരിച്ചിട്ട് വൈ എസ് ആർ സി പിക്കുമാണ് മുൻഗണനയുള്ളത്. എൻ്റെ ഇത് ഈ ഇത്തവണ കടപ്പയിലെ ശർമ്മലയ്ക്ക് തെളിയിക്കാൻ സാധിച്ചാൽ അത് ഭാവിയിൽ ജഗന് ഭയങ്കര ദോഷം ചെയ്യും. അവിടെ കോൺഗ്രസ് പച്ചപിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ളൊരു മണ്ണാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാലോ, ഈവൻ ആന്ധ്രയാണെങ്കിലും തെലങ്കാന ആണെങ്കിലും ഒരിക്കലും ഇന്ദിരാഗാന്ധി വരെ വന്ന് മത്സരിച്ചത് തെലങ്കാനയിലെ മേധക്കിലായിരുന്നു. റായ്ബറേലിയിലും മേധക്കിലും കൂടെ മത്സരിച്ചിട്ടുണ്ട് ജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്ര ഒരു ഇതാണ്. പിന്നെ ആ ഒരു നേതൃത്വ പ്രശ്നങ്ങളും അതെല്ലാം കൊണ്ട് അങ്ങനെ മാറി പറഞ്ഞതിനൊക്കെ പോയി നല്ലൊരു നേതൃത്വം കൊടുക്കും വരും എന്നുള്ളൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് മാറാൻ സാധ്യതയുള്ളൊരു മണ്ണാണ്. റൈറ്റ്. അതാണ് ആന്ധ്രാപ്രദേശിലെ മത്സരചിത്രം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഇതിൽ നമ്മളെല്ലാം പറയുന്നതിന്റെ അപ്പുറം വേറൊരു കാര്യം കൂടെ നോക്കണം. ഈ അതാണ് ഇപ്പൊ തെലങ്കാനയില് ഏതാണ്ട് 30% വോട്ടർമാര് യുവ വോട്ടർമാരാണ്. റൈറ്റ്. ഈ അതേപോലെ തന്നെ ആന്ധ്രയിലും ഏതാണ്ട് 20-28% യുവ വോട്ടർമാരാണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പമുള്ള സംസ്ഥാനമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് തെലങ്കാനയാണ്. കാരണം ഇവിടുത്തെ ആവറേജ് പ്രായം പറയുന്നത് 46 വയസ്സാണ് ആൾക്കാരുടെ ആവറേജ്. അത്ര ചെറുപ്പമുള്ള സംസ്ഥാനമാണ്. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പഴയ തൊട്ട് മുമ്പത്തെ തലമുറ പോലത്തെ ഒരു രാഷ്ട്രീയ ചിന്തകളല്ല അവർ കുറച്ചും കൂടെ ഒരു പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഈ ജാതി സമവാക്യങ്ങളോ മതസമവാക്യങ്ങളോ ബാക്കിയൊക്കെ എത്ര എടുത്തോളം അവരുടെ അടുത്ത് വില പോകുന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ പറ്റും. റൈറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുവാക്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനോ വോട്ട് സമാഹരിക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുമ്പോൾ യുവാക്കൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ വലിയ സൂചനകൾ തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തേക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ പൊതുവിലുള്ള ചിത്രം അതാണ്. വൈ എസ് ആർ സി പി ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ സി പിക്ക് ഇപ്പോഴും ചെറിയൊരു മുൻതൂക്കം ആന്ധ്രയിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തുന്നു എന്നുള്ളതും.